ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പറ്റുന്ന അത്രയും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. പുറത്തുനിന്ന് കഴിക്കുന്നതിൽ കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, റോട്ടാവൈറസ് ഡയറിയ, അതുപോലെ വേറെ പല ബാക്ടീരിയൽ ഡയറിയാസും കുട്ടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ MOSC മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക്സിലെ ഡോക്ടർ സിമി പി വർഗീസ്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വയറിളക്കത്തെ പറ്റിയ കുട്ടികളിലുള്ളത് ഇപ്പം വളരെ സാധാരണമായി കാണുന്നുണ്ട്. ബിക്കോസ് എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഫുഡ് പോയ്സണിങ് പിടിക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ വന്നത്. ഒന്ന്, കുട്ടിക്ക് ഒത്തിരി വയറിളക്കം അതുപോലെ ഛർദി വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ദേഹത്തെ വെള്ളത്തിന്റെ അംശം കുറയാൻ പാടില്ല. വയറിളക്കം ആയതിനു ശേഷം കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, ഉപ്പും പഞ്ചസാരയിട്ട്, പിന്നെ കരിക്കും വെള്ളം, ഇതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പദാർത്ഥങ്ങൾ. പലരും ചോദിക്കാറുണ്ട് ഭക്ഷണം എന്ത് കൊടുക്കാൻ പറ്റും. ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റും കഴിക്കുവാണെങ്കിൽ ദോശ, ഇഡ്ഡലി, കഞ്ഞി, വെള്ളത്തിന്റെ കൂടെ കഞ്ഞിയായിട്ടും, പിന്നെ ഫ്രൂട്ട്സ് ഇച്ചിരി അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ഫ്രൂട്ട്സ് കൊടുക്കുന്നതനുസരിച്ച് വയറിളക്കം കൂടാൻ സാധ്യതയുണ്ട്. വെള്ളത്തിന്റെ അംശം കുറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ്. ഒന്ന്, മൂത്രത്തിന്റെ അളവ് കുറയുന്നുണ്ടോ ഇല്ലയോ. രണ്ട്, നാക്കും ചുണ്ടും ഉണങ്ങും. അതേപോലെ കണ്ണില് വെള്ളത്തിന്റെ അംശം കുറയും, കണ്ണീര് തീരെ ഇല്ലാതെയാവും. ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ കുട്ടീനെ ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവരേണ്ടി വരും. അന്നേരം IV ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആന്റിബയോട്ടിക്സും കൊടുത്ത് കുട്ടീനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പറ്റുന്ന അത്രയും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. പുറത്തുനിന്ന് കഴിക്കുന്നതിൽ കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, റോട്ടാവൈറസ് ഡയറിയ, അതുപോലെ വേറെ പല ബാക്ടീരിയൽ ഡയറിയാസും കുട്ടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഓൾവേസ് വീട്ടിലെ ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും സേഫ്.